സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ബസ് ചലിക്കുന്ന ആനിമേഷൻ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള road.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറക്കുക. ബസിൻ്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ bus.png എന്ന ചിത്രം ഉപയോഗിക്കുക. ബസിൻ്റെ വലുപ്പം ചെറുതാക്കി ക്യാൻവാസിൻ്റെ ഇടതുഭാഗത്ത് ക്രമീകരിക്കുക. തുടർന്ന് ഈ ബസ് വലുതായി മുന്നോട്ട് വന്ന് റോഡിലൂടെ വലതുവശത്തേക്ക് ചലിക്കുന്ന രീതിയിൽ ആനിമേഷൻ നൽകി പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. Create the animation of a moving bus using Synfig Studio software as per the instructions given below. Open the file road.sifz given in exam documents folder in home. Use the image bus.png given in the images 10 folder in home. Reduce the size of the bus and adjust it to the left side of the canvas. Then animate the bus so that it comes forward with the size increased and move along the road. Render this animation in FLV format and save it to exam10 folder in home with your register number _ question number as the file name. Synfig Studio തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ. ഇനി ഇവിടെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. road.sifz എന്ന ഈ ഫയലാണ് തുറക്കേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഇപ്പോൾ നമ്മൾ തുറന്നത് പ്രോജക്റ്റ് ഫയലാണ്, അതുകൊണ്ട് ഓപ്പൺ ഓപ്ഷൻ ഉപയോഗിച്ച് തുറന്നു. ഇനി തുറക്കേണ്ടത് ഇമേജാണ്, അതുകൊണ്ട് ഇമ്പോർട്ട് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഫയൽ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10ലെ bus.png ആണ് തുറക്കേണ്ടത്, അത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറന്നു. ഇനി ബസ് എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനെ ചെറുതാക്കുന്നു. അനുയോജ്യമായ സ്ഥലത്തേക്ക് അതിനെ നീക്കി വയ്ക്കുന്നു. ബസിൻ്റെ മുന്നിലെ ഭാഗം കുറച്ച് ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നുണ്ട്. ഇവിടെ ഈ നീല നിറത്തിൽ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇനി ആനിമേഷൻ മോഡ് ഓണാക്കുന്നു. 0 ഫ്രെയിമിൻ്റെ സ്ഥാനത്ത് 120 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീയിൽ അമർത്തി 120ാമത്തെ ഫ്രെയിമിൽ ബസിൻ്റെ സ്ഥാനം മാറ്റുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ബസിനെ വലുതാക്കുക കൂടി ചെയ്യുന്നു. ആനിമേഷൻ പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുന്നു. ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ബസിൻ്റെ ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇതിനെ സേവ് ചെയ്യാനല്ല, റെൻഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. exam10 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഇത് മുഴുവനായും മായ്ച്ചു കളയുന്നു. അതിനുശേഷം അവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി .flv എന്നുകൂടി ചേർക്കുന്നു. റെൻഡർ ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോ ഫോമാറ്റ് നൽകണം, മറക്കരുത്. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റെൻഡർ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഫോമാറ്റിലേക്ക് ഇതിനെ റെൻഡർ ചെയ്യുന്നു. റെൻഡറിങ് നടക്കുന്നു. കഴിഞ്ഞു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഒന്ന് പരിശോധിക്കാം. ഹോമിൽ exam10ൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. ഈ ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ബസ് റോഡിലൂടെ ഓടുന്ന ആനിമേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു.